ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനൊന്ന് ഒച്ച വെച്ച് എല്ലാവരും വിളിച്ചുകൂട്ടി ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ എന്താ ഉണ്ടാവുന്നെന്ന് നിങ്ങൾക്കറിയോ? അറിയാം. അമ്മ ആ നിമിഷം തോക്കെടുക്കും. നിങ്ങളെയും നിങ്ങളുടെ ആ നശിച്ച സന്തതിയും ഇല്ലാതാക്കും. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് കയറി വാ. നിങ്ങളെ ഞാൻ ശരിക്കൊന്ന് കാണട്ടെ. എന്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടൂന്ന് നിങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? യാമിനി, പലരെയും കൊന്നിട്ടുള്ള പോലെ എന്നെ അങ്ങ് കൊന്നേക്കാന്ന് നിങ്ങൾ കരുതിയോ? എന്നെ ഒരു മുഴുഭ്രാന്തിയാക്കി മാറ്റാന്നാ നിങ്ങൾ കരുതിയത്. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ അപ്രതീക്ഷിതമായിട്ട് ഒരാള് വന്ന് തല്ലിക്കെടുത്തി അല്ലേ അംബികെ? നിങ്ങളും മോനൊക്കെ ദുഷ്ടത്തരം മാത്രമേ ചെയ്യൂന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ നിങ്ങളുടെ കൂടെപ്പിറപ്പിന്റെ ഭാര്യയല്ലേ? നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നെ അങ്ങോട്ട് തീർത്തേക്കാൻ? യാമിനി, അത് എന്തായാലും ഈ കാര്യം ഞാൻ ആരോടും മറച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രതാപേട്ടനും ശേഖരേട്ടനും കേക്കെ ഞാനിത് അമ്മയോട് വിളിച്ചു പറയാൻ പോവാ. യാമിനി, വേണ്ട. എന്താ പേടിയുണ്ടോ? അറിയട്ടെ, എല്ലാവരും അങ്ങനെ അറിയട്ടെ. അങ്ങനെ തെറിക്കട്ടെ നിങ്ങളുടെ മുഖം മൂടി. വെളിക്കെ ചിരിച്ചു നടന്ന് നിങ്ങളുടെ മനസ്സ് നിറയെ ഇരുട്ടാണെന്നും നിങ്ങളൊരു പിശാചാണെന്നും എല്ലാവരും അറിയട്ടെ. യാമിനി, എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധോ? കൂടുതൽ ക്ഷമാപണം നടത്തല്ലേ? എന്റെ നിയന്ത്രണം പോവും. ഞാൻ പൊട്ടിത്തെറിക്കും. ഞാനൊന്ന് ഒച്ച വെച്ച് എല്ലാവരും വിളിച്ചുകൂട്ടി ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ എന്താ ഉണ്ടാവുന്നെന്ന് നിങ്ങൾക്കറിയോ? അറിയാം. അമ്മ ആ നിമിഷം തോക്കെടുക്കും. നിങ്ങളെയും നിങ്ങളുടെ ആ നശിച്ച സന്തതിയും ഇല്ലാതാക്കും. കൊല്ലാതെ വിട്ട അമ്മ നിങ്ങളെ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഈ വീട് ഋതുമോളുടെ പേരിലുള്ളതാന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. പക്ഷേ ഞാനത് ചെയ്യില്ല. എന്റെ ശീലം സംസ്കാരവും അതല്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം. ഏതൊരു മനുഷ്യനും ആപത്തിൽപ്പെട്ട അവരെ രക്ഷിക്കാനായി ദൈവം മനുഷ്യന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. എനിക്കായി അവതരിച്ചത് ഒരു ദേവിയാ. ആ ദേവി ആരാണെന്ന് നിങ്ങൾക്കറിയാലോ. ആരുടെ രൂപത്തിലാ വന്നേന്ന് നിങ്ങൾക്കറിയാലോ. മോളി വാ. എന്താ ചെറിയമ്മേ, ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് സമ്മാനമൊന്നും കൊടുക്കുന്നില്ലേ? കാരണം നോക്കി. അതൊന്നും നമ്മുടെ കൾച്ചർ അല്ലല്ലോ മോളെ. ഇവരോടൊപ്പം തരം താഴാൻ എനിക്ക് പറ്റില്ല. നിങ്ങളെ നിങ്ങളുടെ സഹോദരങ്ങൾ അടിച്ചിറക്കുന്ന കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അമ്മാവനും അസുരനുമായ കംസന്റെ ജീവൻ എടുക്കാൻ അങ്ങ് അമ്പാടിയിൽ ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചതുപോലെ ഇവിടെ ഒരാൾ അവതരിച്ചിട്ടുണ്ട്. അതൊരു പെൺകുട്ടിയാണെന്ന് മാത്രം. സാക്ഷാൽ ദുർഗാദേവിയുടെ വരദാനം കിട്ടിയ ആ കുട്ടി ആരാണെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ.
അയ്യോ, അമ്മായി വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. വെള്ളം വേണോ അമ്മായി? എന്നാ പൊയ്ക്കോ. അതെ, നിങ്ങൾ ചെന്ന് നിങ്ങളുടെ വൃത്തികെട്ട മകനെയും കൂട്ടി ഫ്രസ്ട്രേഷൻ തീർക്കാനായിട്ടെ ഭിത്തിയിലിട്ടിടിക്ക്. ദേഷ്യം തൽക്കാലം അടങ്ങും. ആഹാ, ആ ഇതെന്താ പായസമല്ലേ? പായസോ? ഇതെന്ത് കണ്ണൊന്നും കാണാൻ വയ്യേ? ഇത് ജ്യൂസാ അമ്മായി. ആ, ജ്യൂസായിരുന്നല്ലേ? ഈ അമ്മായിക്ക് ഇത് എന്തു പറ്റി? കിളി പോയതായിരിക്കും. വാ. അതെ അതെ. ഞാനും യാമിനിയും കൂടി ഒരു ഡിസ്കഷനിലായിരുന്നു. അയ്യോ, എന്റെ മുറി മാറിപ്പോയി. ഞാൻ പോട്ടെ. അല്ല, ഇവക്കിതെന്ത് പറ്റി? നമ്മള് വല്ലതും അവളോട് ചോദിച്ചോ? അഹങ്കാരം കൊണ്ടങ്ങോട്ട് തിളച്ച് നടക്കുവാ. എന്തൊക്കെ ചെയ്തിട്ടും ആ യാമിനിയെ കൊല്ലാൻ പറ്റിയില്ലല്ലോ ഭഗവാനെ. ഇനി ഇങ്ങനൊരു അവസരം ഒത്തുകിട്ടാൻ വളരെ പ്രയാസമാ. ഇനി വളരെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് വേണം അവളെ ഇല്ലാതാക്കാൻ. എന്തു പറ്റി അംബികെ? ഒരുമാതിരി ഈ വാലിന് തീ പിടിച്ച കൊരങ്ങനെ പോലെ നിന്ന് വട്ടം ചുറ്റുന്നേ. ഏയ്, ഒന്നുമില്ലമ്മേ. യാമിനിയുടെ അസുഖം മാറി അറിഞ്ഞില്ലേ? അറിഞ്ഞു. അതാ ഞാൻ വിഷമിച്ച് നിന്നേ. ഓ, അപ്പോ യാമിനി ഒരു മുഴുഭ്രാന്തി ആകണമായിരുന്നു. അകലേ നോവിനാലേ